ഈ കുട്ടിക്ക് എന്തെല്ലാം തൊഴിൽ ചെയ്യാമായിരുന്നില്ലേ? അതെ, അതിന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. അത് കോട്ടയത്തുകാരിയാണ്, ജോസ്ന എന്നാണ് പേര്. നിങ്ങൾ കോട്ടയത്തുകാർ ഈ മീന് വേറെ വാളയ്ക്ക് വേറെ അല്ലേ പറയുന്നത്? പാമ്പാടാ, സോറി, പാമ്പാടാ. പാമ്പാടാ. കണ്ണൻകുഴിയാളൊക്കെ ഞങ്ങൾ കണ്ണിയായിലെന്ന് പറയും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സ്റ്റാച്യൂലുള്ള അർബാൻ എന്ന ഫിഷ് സ്റ്റാളിലാണ്. ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ് തിരഞ്ഞെടുത്ത ഒരു ബിരുദ വിദ്യാർത്ഥിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇത് തുടങ്ങാനുള്ള ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ എത്ര വയസ്സ് വരും? എനിക്ക് 21 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഈ ഒരു മീൻ സെയിൽ ഉദ്ദേശിച്ചത് എന്താണ്? 21 പറഞ്ഞാൽ എനിക്ക് 21 കഴിഞ്ഞു കേട്ടോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വേറെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട്? അതൊരു മോഡേൺ ഗേൾ. അപ്പൊ ഇനി മീനിലേക്ക് തന്നെ വന്നത് എന്തുകൊണ്ട്? എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. മീൻസ് ഞാനിങ്ങനെ അപ്പൊ അതിന് പറ്റിയ ഒരു സാഹചര്യം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ആ സാഹചര്യത്തില് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ട് അത് നോക്കി എന്താ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തില്. പക്ഷെ ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പഠിച്ചതൊന്നും അല്ല നമ്മള് അനുഭവമാണ് ഗുരു. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ഓരോ കാര്യങ്ങൾ എന്താണെന്നും ഏതാണെന്നും ഒക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഫിഷ് ഷോപ്പ് തുടങ്ങിക്കൂടാ, എന്തുകൊണ്ട് ഫിഷിന്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത്. എനിക്കറിയാം, ഞാൻ പക്ഷെ ഇത് വളരെ നല്ലൊരു അഭിമാനമായിട്ട് തന്നെയാണ് കരുതുന്നത്. എല്ലാം നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനൊരു അന്തസ്സുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ അന്നന്ന് നിങ്ങൾ എടുത്തോണ്ട് വരുവാണോ ഫ്രഷ് ആയിട്ടുള്ള മീൻ? അതെ അതെ, അന്നന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് വരണം. നമ്മൾ രാവിലെ പോയി എടുത്തിട്ട് വരും. രാവിലെ പോയിട്ട് എടുത്തിട്ട് വരുമ്പോൾ ഒരു സെക്ഷൻ തീരും. അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടാമത് പോയി വേറെ ഫ്രഷ് മീൻ എടുത്തിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ അന്നന്നാണ് എടുക്കുന്നത്. ഇന്ന് നാളത്തേക്ക് മാറ്റി വെക്കൂല. അത് ഓൾറെഡി നമുക്ക് വൈകുന്നതിന് മുമ്പ് തീരും. നമ്മൾ ഒരു ഉച്ചയൊക്കെയോടാകുമ്പോ പകുതി മീനോളം തീരും. അങ്ങനെ അഥവാ മിച്ചം വരുവാണെങ്കിൽ നമ്മളത് വെച്ചിരിക്കത്തില്ല, നമ്മളത് വീട്ടിലോട്ട് കൊണ്ടുപോകും. ഇത് ഒരു 7 കിലോയുടെ 6 കിലോ വരും. 6 കിലോ വരും. ഇത് മോത മീനാണ്. ശരിയാണല്ലോ, നല്ല പച്ച മീനാണ്. അതെ അതെ, ഇത് നമ്മളെല്ലാം കട്ട് ചെയ്തെല്ലാം നമ്മൾ കൊടുക്കത്തോ? അതെ അതെ, കട്ട് ചെയ്തിട്ടാണ്. കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഫ്രീ ആണ്. നമ്മളതെല്ലാം കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് വനാമി എന്ന് പറയും, വൈറ്റ് പ്രോൺസ്. ഇത് ചെമ്മീനാണ്. ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് അതോട് പറഞ്ഞേക്കാം. ഓരോ ദിവസം ഓരോ വിലയാണ്. നമ്മൾ കടപ്പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് കിട്ടിയ വിലക്കായിരിക്കില്ല നാളെ കിട്ടുന്നത്. അപ്പൊ ഓരോ റേറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ ദിവസം അതിനനുസരിച്ച് മീനിന്റെ വില മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കിട്ടാറില്ല. നമ്മൾ ഫ്രഷ് മീൻ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കാറില്ല. നമ്മളത് കാരണം നമ്മൾ നമ്മളെ വിശ്വസിച്ച് കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും അവരത് വാങ്ങിച്ചു വെച്ചിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കസ്റ്റമേഴ്സും പോകും, അതിലുപരി അവർക്ക് നമ്മളോടുള്ള ആ വിശ്വാസവും പോകും. പിന്നെ നമ്മൾ 100% ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ മാത്രമേ കൊടുക്കൂ. ഹോം ഡെലിവറി ഉണ്ടല്ലോ? നിങ്ങൾ ഫ്രീ ഡെലിവറിയാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? ഓക്കെ, അതറിയണം. കാര്യം ചില ആൾക്കാരൊക്കെ വീട്ടമ്മമാരൊക്കെ വന്ന് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമല്ലോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെമ്മീനാണ്. കണ്ട, ഈ കുട്ടിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ കുട്ടിക്ക് എന്തെല്ലാം തൊഴിൽ ചെയ്യാമായിരുന്നില്ലേ? അതിന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി നെമ്മീൻ. ഇത് എത്ര കിലോ ഒരു ഉദ്ദേശം? ഇതൊരു ആണല്ലേ 7 കിലോ വരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻകുഴിയാളയുണ്ട്, നവര. ഇതയലല്ലേ? ഇതയല. ഇത് വറ്റാപ്പാര. നമ്മളെ വാളമീൻ. ഇത് അയലാപ്പാര. ഓക്കെ, നല്ല വാളയ കണ്ടോ? ഫ്രഷ് ആയിട്ടുള്ള. ഇത് വറ്റാപ്പാര എന്ന് പറയും. വറ്റപ്പാര കണ്ടല്ലോ എല്ലാരും? കണ്ടോ അതിന്റെ കളർ? കണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന എല്ലാം ഫ്രഷ് ആണ്. ഇത് മോതയുടെ കുഞ്ഞാണ്. ഇത് മോതയുടെ കുഞ്ഞ് കണ്ടോ? ഇതിന്റെ കുഞ്ഞ് ചെറുത്. ഇതിനാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. വലുതിനാണ്. അനുസരിച്ച് ടേസ്റ്റ് കൂടും.
പക്ഷെ ട്രിവാൻഡ്രത്തുള്ള മിക്ക ആൾക്കാർക്കും മോദ അറിയത്തില്ല. അത് എന്താണെന്ന് ഇവിടെ ഒന്ന് പലരും ചോദിക്കണം. അത് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടോന്ന് വരെ ആൾക്കാർ ചോദിക്കുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. പക്ഷെ ഞങ്ങൾ കോട്ടയംകാരൊക്കെ കൂടുതൽ ഇതാ കേട്ടോ മോദ. ഞങ്ങളുടെ വീട്ടിലൊക്കെ കോട്ടയത്തുകാർക്ക് അറിയാം. നിങ്ങൾ കോട്ടയത്തുകാർ ഈ മീന് വേറെ വാളയ്ക്ക് വേറെ ഇല്ലേ പറയുന്നത്? പാമ്പാട, സോറി പാമ്പാട. പാമ്പാട അങ്ങനെയാണ് പറയാറ്. പാമ്പാട. കണ്ണൻകുഴിയാളൊക്കെ ഞങ്ങള് കണ്ണിയയിലെന്ന് പറയും. കിളിമീൻ എന്റെ പത്തനംതിട്ട സൈഡിൽ അതാ പറയാ. കിളിമീൻ പറയുന്നത്. കിളിമീൻ. പിന്നെ ഞാൻ കോട്ടയത്തുനിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാണ് കേട്ടോ, ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയ ശേഷമാണ് പലതരം മീനുകൾ കഴിക്കാനും തുടങ്ങിയത്, കാണാനും പറ്റിയതെല്ലാം പേരുകൾ പഠിച്ചതും. ഞാനും ഈ യൂട്യൂബ് തുടങ്ങിയ ശേഷമാണ് ഈ മീനുകളുടെ പല സ്ഥലത്തു നിന്ന് ഓരോരുത്തർ മീനുകളുടെ പേരുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് മനസ്സിലായത് അതാണ് ഇതാണെന്നൊക്കെ. കുറെ നമ്മൾ മെയിനായിട്ടും നവരെയൊക്കെ എടുത്തു വെക്കും. കാരണം നവരെയൊക്കെ എല്ലാ ആളുകളും മേടിക്കുന്ന ഒരു ഇതാണ്. നവരെ, കണ്ണിയിൽ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നെയ്മീൻ. നമ്മുടെ അടുത്തുനിന്ന് നെയ്മീനൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറയും സൂപ്പർ ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഈ ചൂണ്ടയിൽ പിടിക്കുന്ന നെയ്മീന് ഭയങ്കര ടേസ്റ്റാ. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ കൂടുതലും നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുന്നതിലും കസ്റ്റമേഴ്സ് ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് ഓർഡർ തരുന്നത്. അപ്പൊ നമ്മൾ രാവിലെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് കിട്ടുന്ന മീനുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും അവർക്ക് അത് കാണാൻ പറ്റും. രാവിലെ നമ്മൾ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ഗ്രൂപ്പിൽ ഇടും. അപ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും ഓർഡർ ചെയ്യും. അപ്പൊ ചില ദിവസങ്ങളിൽ ആദ്യമേ തന്നെ ആൾക്കാർ നേരത്തെ വിളിച്ച് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് എടുത്തു വെക്കും. അപ്പൊ തന്നെ അത് രാവിലെ ഇടുമ്പോഴേ അത് തീരും. ഈ എഗ്, മീനിന്റെ മുട്ടയൊക്കെ ഇല്ലേ, അതിനൊക്കെ ഭയങ്കര ആൾക്കാർ എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ ഫിഷ് മാത്രമല്ല വേറെ എന്തൊക്കെ? ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പോത്തുണ്ട്, നാടൻ കോഴി ഉണ്ട്. നാടൻ കോഴിക്ക് നമുക്ക് തലേ ദിവസം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പന്നി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാം. എന്ത് നമ്മളോട് പറഞ്ഞാലും ഇവിടെ ഇല്ലാത്ത സാധനം നമുക്ക് തലേ ദിവസം ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കും. നീറ്റായിട്ട് വേറെ നിങ്ങൾ ഫിഷ് കടയിൽ പോയാലും നല്ല സ്മെല്ലും ഫുള്ള് അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. എപ്പോഴും നമ്മളിത് ക്ലീൻ ചെയ്തിടും. എന്റെ വീട് കോട്ടയത്താണ്. എന്റെ വീട്ടുകാരെല്ലാം കോട്ടയം തന്നെയാണ്. അവർക്കൊക്കെ എങ്ങനെയായിരുന്നു ഇതില് വരുന്നോണ്ട് എതിർപ്പ്? അവർക്ക് എതിർപ്പൊന്നുമില്ല. അവരെന്നോട് കൂടെ ആയിരുന്നു. എനിക്ക് സപ്പോർട്ടായിട്ട് തന്നെയായിരുന്നു. അവർക്ക് തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിലോ ഒന്നും തന്നെ അവരെന്നോട് പറഞ്ഞില്ല. നിനക്ക് നല്ലതാണെങ്കിൽ നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക തന്നെയായിരുന്നു ചെയ്തത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡന്റ് ആണ്. ഡിഗ്രി കഴിഞ്ഞ BCM കോളേജിലാണ് പഠിച്ചത്, കോട്ടയത്തുള്ള. ഞാൻ BA ആയിരുന്നു, BA ഹിസ്റ്ററി ആയിരുന്നു. അത് 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ശരി, നിങ്ങളങ്ങനെ കാമിച്ചു ഇറങ്ങാം. അപ്പൊ എല്ലാവിധ ആശംസകൾ. നീങ്ങട്ടെ, വിജയാശംസകൾ. ഓക്കെ.